സമദിനരാത്രങ്ങൾ വരുന്ന വിഷുവം തുല്യതയോടുകൂടിയ ദിവസം. ആ ദിവസത്തിൻ്റെ ആഘോഷം പങ്കുവയ്ക്കാനാണ് നമ്മൾ ചമ്പ്രവട്ടത്ത് വന്നിരിക്കുന്നത്. സി രാധാകൃഷ്ണൻ എന്ന മലയാളത്തിലെ ഏറ്റവും എണ്ണപ്പെട്ട എഴുത്തുകാരിലൊരാൾ. പൊലികെ പൊലികെ നന്നായി പൊലികെ മണ്ണും മാനവും നന്നായി പൊലികെ 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 നന്നായി പൊലികെ. വിഷുവിൻ്റെ കാർഷികമായ സ്മൃതികൾ, ഈ ഗ്രാമജീവിതത്തിൻ്റെ ചിത്രങ്ങൾ, ഇതൊന്നും വിഷു എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്ന ചിത്രം എന്താ അറിയോ? ഠോ എന്നൊരു ഒച്ചയാണ്. ഒരു പൊട്ടോട് കൂടിയിട്ട് ഒരാണ്ടത്തെ എല്ലാ ദുഃഖവും തെറിച്ചു പോകണമെന്നാണ്. ഉറക്കെ ഒരു പൊട്ട്. പിന്നെ അതുപോലെ പുഷ്പാകൃതിയിൽ ഇങ്ങനെ ജ്വലിച്ചു വരുന്ന പൂവുകൾ, മേശപ്പൂവുകൾ, കമ്പിപ്പൂത്തിരികൾ, ഇതൊക്കെ കൂടി ഒരു സന്തോഷത്തിൻ്റെ അന്തരീക്ഷം കൂടെ ആവാഹിച്ചു കൊണ്ടുവരിക. ആ സന്തോഷത്തിൻ്റെ അന്തരീക്ഷം ആവാഹിച്ച് കൊണ്ടുവന്നിട്ട് അതുകൊണ്ടാണ് നമ്മൾ വയലിലേക്ക് പോകുന്നത്. അവിടെ രാവിലെ ഈ കന്നുകാലികളെയും ഈ കരിയും നോകവും ഈ പൂജയ്ക്കുള്ള സാധനമൊക്കെ ആയിട്ട് വയലിലേക്ക് പോയിട്ട് അവിടെ ചെന്നിട്ട് ആദ്യം ഒരു വിളക്ക് കത്തിച്ച് വെച്ച് ഭൂമി ദേവിയെ നമസ്കരിച്ച്, ഇതാ ഞാനിവിടെ വിത്തും കൈക്കോട്ടും കൊണ്ട് പ്രയോഗിക്കാൻ പോവുകയാണ്, ക്ഷത ഏൽപ്പിക്കാൻ പോവുകയാണ്, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് നമസ്കരിച്ചിട്ട് ആദ്യത്തെ ഒരു ചാല് കീറി അവിടെ ഗംഭീരമായൊരു പടക്കവും പൊട്ടിച്ച് തിരിച്ചു വരികയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പ്ലാവിൽ കയറിയിട്ട് ആദ്യത്തെ ചക്ക, അപ്പോഴേക്ക് നേരം പുലർന്നിട്ടുണ്ടാവും, എന്നിട്ട് മഴ എടുത്തിട്ട് ആഞ്ഞൊരു വെട്ടാണ്. ആ വെട്ടോട് കൂട്ടിയിട്ട് കഴിഞ്ഞ ഒരാണ്ടത്തെ എല്ലാ ദുഷ്കൃതങ്ങളും പൊളിഞ്ഞ് ചാമ്പലായി. മാത്രമല്ല അതിൻ്റെ ചുളയും ചകണിയും കുരുവൊക്കെ എടുത്തിട്ട് നമ്മൾ കൂട്ടാൻ വെച്ച് കഴിക്കുകയും കൂടെ ചെയ്യുന്നു. ഭൂതകാലത്തിലെ സങ്കടങ്ങളെ മുഴുവൻ ഭക്ഷണവും വളവുമാക്കി മാറ്റുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് ഈ വിഷു എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞാൽ പിന്നെ കാരപ്പന്ത് തുടങ്ങിയ കളികളാണ്. ആട്ടക്കളം, കാരപ്പന്ത്, ഗുസ്തി, ഇങ്ങനെയുള്ള കളികൾ. ഈ ആട്ടക്കളം എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും അത് കയ്യാങ്കളി തന്നെയാണ്. ശത്രുത്വം ഇല്ലാത്ത ഒരു കയ്യാങ്കളി. വട്ടത്തിലുള്ള ആളുകളെ പിടിച്ചു വലിച്ച് പുറത്തേക്കാക്കുക. വട്ടത്തിലുള്ള ആൾക്ക് പിടിച്ചു വലിക്കുന്ന ആളെ കൈ പരത്തി അടിക്കാം. ഇടിക്കാനോ കുത്താനോ തൊഴിക്കാനോ ഒന്നും പാടില്ല. ഇങ്ങനെ കാരണവന്മാരുടെ ഒരു റഫറി ആയിട്ടുള്ള ആരെങ്കിലും കാരണവന്മാരുടെ സ്ഥാനത്തിൽ ഒരു ബലപരീക്ഷണം കൂടി നടത്തിയിട്ട് കുട്ടികൾക്ക് ഉത്സാഹം വർദ്ധിപ്പിക്കാവുന്ന ഒരവസ്ഥയാണ്. കളി എന്ന് പറഞ്ഞാൽ വൈകുന്നേരം വരെയുള്ള ചായക്കാരൻ പിടിക്കാന്നൊക്കെ പറഞ്ഞാൽ ചായക്കാരൻ പിടിക്കുക. പിന്നെ അതിനോടനുബന്ധിച്ച് നമ്മൾ കൃഷിക്കുള്ള ഒരുക്കങ്ങൾ കൂടി ചെയ്യും. അന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരു നല്ല മുഹൂർത്തം നോക്കിയിട്ട് പത്തായത്തിൽ കിടക്കുന്ന വിത്തൊക്കെ നമ്മൾ എടുത്ത് പുറത്ത് വയ്ക്കും. അതിൻ്റെ ഗുണം പരിശോധിക്കും. അതിന് കുറച്ച് എടുത്തിട്ട് നമ്മൾ മുളയ്ക്കാൻ വയ്ക്കും. കുറച്ച് വീത് വിത്ത് എന്ന് പറയും. ഈ വീത് വിത്ത് എടുത്തിട്ട് ചമ്പ്രവട്ടത്ത് ധർമ്മശാസ്താവിന് കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ ഒരു സമ്പ്രദായമുണ്ട്. ആ വീത് വിത്ത് അമ്പലത്തിൽ പായസമായിട്ടോ മലരായിട്ടോ ഒക്കെ നിവേദിച്ച് അത് നമുക്ക് തരും. വീത് വിത്തും കൊടുക്കും. അതുപോലെ വിളയുടെ ആദ്യത്തെ നിറ എന്ന് പറയുന്നതും കൊടുക്കും. ഇത് രണ്ടും ധർമ്മശാസ്താവിനുള്ളതാണ്. വിഷുവിന് ഇവിടെ കണി ഒരുക്കാറുണ്ട്. കണി അമ്പലത്തിലാണ് ആദ്യം. അതും അമ്പലത്തിലാണ് ആദ്യം. അമ്പലത്തിൽ വെച്ചിട്ടുള്ള കണി എടുത്ത് പുറത്ത് വയ്ക്കുകയാണ്. അപ്പോൾ അത് അമ്പലത്തിൽ വെച്ചിട്ടുള്ള കണി പുറത്ത് വയ്ക്കുന്നത് കാണാൻ തന്നെ അവിടെ എല്ലാവരും പോയി നിൽക്കും. അതുപോലെ ഇവിടെ ഒരു ആട്ടുംപാൽ കട്ട് കുടിക്കുന്ന ഒരു അമ്മാവൻ ഉണ്ടായിരുന്നു. അടുത്ത വീട്ടിലെ ആട്ടിൻ്റെ പാൽ അധികം കട്ട് കുടിക്കും. അപ്പോൾ ഞങ്ങൾ കുട്ടികൾ എന്താ ചെയ്യുക വെച്ചാൽ ഈ ഏറ് കൊടുക്കണ്ടല്ലോ, അതുകൊണ്ട് പോകും. എന്നിട്ട് അമ്മാവൻ ഈ പാലും എല്ലാം കറക്കുമ്പോൾ പിന്നെ അവർ കൊണ്ടിട്ട് ഒറ്റ ഏറി നിലത്ത് ഒട്ടോ ഒന്നും ആടും പാലും അമ്മാവനും ഒക്കെ കൂടി ഈ ഏറുപടക്കം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഏറുപടക്കം ഉണ്ടാക്കിയിട്ടുണ്ട്. അതെങ്ങനെയായിട്ട് കലാവിദ്യ? അയ്യോ, അത് ഭയങ്കര കലാപവിദ്യയാണ് ശരിക്കും. ഇപ്പോൾ നമ്മൾ ഈ നാടൻ ബോംബോ എന്നൊക്കെ പറയണില്ലേ, ഈ സാധനം ഇതാണ്. ഒരു ചെറിയ ശീലകഷ്ണത്തിൽ കുറച്ച് മരുന്ന്, ഈ പൊട്ടാസ് അടക്കമുള്ള മരുന്നും 2 ചെറിയ വെള്ളാരെങ്കിലും കൂടി എടുത്തിട്ട് മെല്ലെ ചുരുട്ടി പൊതിയും ആ ശീലയിൽ. പിന്നെ ശീല കൊണ്ട് കെട്ടി 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 അതിനെ ഒരു ചെറിയ പന്ത് പോലെയാക്കും. എന്നിട്ട് നൂലുകൊണ്ട് വരിഞ്ഞ് 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 എത്രത്തോളം വരിഞ്ഞ് 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 കെട്ടണോ അത്രത്തോളം അതിൻ്റെ ശക്തി. പിന്നെ ഒന്നും ചെയ്യാനില്ല, വെറുതെ നിർത്തിട്ടാൽ മതി. ഭയങ്കര ശബ്ദത്തിൽ പൊട്ടും. ശബ്ദോ അല്ലാതെ ഉണ്ടാക്കുമ്പോൾ അപകടം പറ്റുമോ? ഇത് ഉണ്ടാക്കുമ്പോൾ പലരുടെയും കയ്യും കാലൊക്കെ പോകാറുണ്ട്. ഉണ്ടാക്കുമ്പോൾ പൊതിയുമ്പോൾ പൊട്ടിയ വിരലൊക്കെ പോവും. അല്ല, കയ്യിൽ നിന്ന് വീണ് പൊട്ടിയാൽ കാലും പോവും. ബോംബാണ് ശരിക്കും. പിന്നെ ഒരു വിഷുക്ക് കൈനേട്ടമുണ്ട്, അതിങ്ങനെ കിട്ടാൻ കാത്തുക്കും. ആ കാലത്ത് 1 ഉറുപ്പികയാണ്, ഒരു വെള്ളി ഉറുപ്പികയാണ് വിഷുക്ക് കൈനേട്ടം. അത് കിട്ടിയ ഉടനെ പടക്കം എവിടെ നോക്കി അന്വേഷിച്ച് ഓടിപ്പോവുകയാണ്. അതാണ് അതിൻ്റെ പ്രത്യേകമായ ആവശ്യം. എല്ലാവർക്കും തരും. അത് ഐശ്വര്യത്തിൻ്റെ ലക്ഷണമായിട്ട്. അതുപോലെ ഈ കണി വെച്ചിട്ടുള്ള ഈ പഴം കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്ത് ഉച്ചയാകുമ്പോൾ. ഈ കണി നമ്മൾ കാർഷിക വിഭവങ്ങളല്ലേ വെച്ചിരുന്നത് ശരിക്ക്? വെള്ളരിക്ക, അഷ്ടമംഗല്യം വയ്ക്കും, ഐശ്വര്യം, പിന്നെ കാർഷിക കൃഷ്ണൻ്റെ വിഗ്രഹം വയ്ക്കും. കൃഷ്ണൻ്റെ വിഗ്രഹം വയ്ക്കും. നമ്മുടെ ചുറ്റുമുള്ള ഭൂമി നമ്മളും കൊണ്ടൊരു ബന്ധമുണ്ടല്ലോ. ഈ ബന്ധത്തെ നിർവചിക്കുന്ന കുറേ ആചാരങ്ങളുണ്ട്. ആ ആചാരങ്ങളുടെ ഒരു മൊത്തം ചിത്രമാണ് നമുക്ക് ഈ വിഷു, ഓണം, തിരുവാതിര എന്നൊക്കെ പറഞ്ഞാൽ കിട്ടുന്നത്. അത് വിഷു ആകുമ്പോൾ ആ കാലത്ത് ആ പ്രത്യേക കാലത്തുള്ള കൊല്ലത്തിൻ്റെ ആ ഭാഗത്തുള്ള ബന്ധങ്ങൾ.
ഓണമാകുമ്പോൾ കൊല്ലത്തിൻ്റെ ആ ഭാഗത്ത് വരുന്ന ബന്ധങ്ങൾ നമ്മളെ ഈ മണ്ണുമായിട്ട് ചുറ്റുപാടുള്ള ആൾക്കാരുമായിട്ടൊക്കെ ബന്ധിപ്പിക്കുന്ന കുറേ സമത്വങ്ങളുണ്ട്, ഇക്വേഷൻസ് ഉണ്ടല്ലോ. ആ ഇക്വേഷൻസിൻ്റെ ആപ്ലിക്കേഷനാണ്. വിഷുവായിട്ട് ബന്ധപ്പെട്ടുള്ള ആ കാർഷികമായ ഓർമ്മകളൊക്കെ എന്ന് പറയാം. കൃഷി എന്ന് പറയുന്നതിൻ്റെ തുടക്കം, ഒരാണ്ടത്തെ കൃഷിയുടെ തുടക്കമാണ് വിഷു. ഓർത്തു നോക്കിയിട്ടുണ്ടോ ഏതെങ്കിലും സംക്രാന്തിക്ക് സംക്രമ ദിവസം ഒരു മഴ പെയ്യാതിരുന്നതായിട്ട്? മിക്കവാറും എല്ലാ വർഷങ്ങളിലും വെളുപ്പാങ്കാലത്ത് ഒരു മഴ പെയ്യും. നല്ല മഴ. അതെ, അത് പുതുമഴയായിരിക്കുകയും ചെയ്യും. ആ പുതുമഴ പെയ്യുന്നതോട് കൂടിയിട്ട് മണ്ണിൻ്റെ സുഗന്ധം ലോകം മുഴുവൻ നിറയും. ഈ മണൽപ്പാറ്റകൾ വരും. അതുപോലെ ചുറ്റുമുള്ള ജീവജാലങ്ങളൊക്കെ പ്രത്യേക രീതിയിൽ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങും, ഈ വെള്ളം കിട്ടിയതിൻ്റെ സന്തോഷത്തോട് കൂടിയിട്ട്. അപ്പോഴാണ് നമ്മൾ ഈ കാർഷിക വൃത്തിയുടെ ആരംഭമായിട്ട് വയലിൽ പോയിട്ട് ഇത് ചെയ്യുന്നത്. അന്ന് തൊട്ട് നമ്മൾ കൃഷിപ്പണി തുടങ്ങുകയാണ്. പിന്നെ വയലൊക്കെ ഉഴുതുമറിച്ച് കട്ട തട്ടി നിരപ്പാക്കി പുല്ല് പെറുക്കി എല്ലാം ശരിപ്പെടുത്തി വിതയ്ക്കാൻ പോവുകയാണ്. നമ്മൾ പിന്നെ ഒരു വെട്ട് പുകിൽ എന്ന് പറയും. ഒരു വെട്ട് പുകിൽ, അതായത് ഒരു കൊത്തിന് കാണുന്ന ഒരു കൈക്കോട്ട് കൊണ്ട് നമ്മൾ ഒരു വെട്ട് വെട്ടിയാൽ ഈർപ്പുണ്ടോ, അതിൻ്റെ അടിയിൽ വരെ ഈർപ്പം കാണണം. ആ ഈർപ്പം ഉണ്ടെങ്കിലേ നമുക്ക് വിതയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോഴേ പൂട്ടിയാൽ അടിമണ്ണിന് നനവുണ്ടാവുള്ളൂ.